ഓലത്തുമ്പത്തിരുന്നു ഞാലാടും എൻ്റെ പൈങ്കിളി, എൻ്റെ ബാലഗോപാലത്തിനെണ്ണ തെപ്പിക്കുമ്പം പാടടി. അതെ, എല്ലാ ദിവസവും ഞാൻ എണ്ണ തെച്ചണമെന്നില്ല. ഡെയിലി ഞാൻ എണ്ണ തേച്ചിട്ടല്ലേ അവിടെ കുളിക്കുള്ളൂ. സ്വന്തമായിട്ട് എണ്ണ തേച്ച് കുളിക്കുക. ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ സ്വന്തം എണ്ണ തേച്ച് കുളിക്കാറ്. ആ നെറുകയില് കുറച്ച് എണ്ണ എടുത്താണ്ട് ഒഴിക്കുക. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. നിന്റെ തല എണ്ണ ഇട്ടിട്ട് എന്റെ നഖം നോക്കി. ഞാൻ ഈ നഖം വളർത്ത് നിന്റെ തല എണ്ണ തേക്കാൻ വേണ്ടിക്കല്ല. അപ്പൊ നഖത്തിന് ഭംഗിയാണ്. പിന്നെ നഖത്തിന് ഭംഗി പോണ്. ഒന്നരാടെ എണ്ണ ഇടുന്നുണ്ട്. അത് എന്നെ കൊണ്ട് അത് സ്വന്തമായിട്ട് ചെയ്തോ ഞാൻ ചോദിക്കണേ. അത് പറ്റിയാല് ദേഷ്യം വരെയാണ്. ഞാൻ തന്നെ എണ്ണിട്ട് കൊടുക്കണം. എന്റെ കൈയിന്റെ ഒക്കെ ഭംഗി പോയി തുടങ്ങിയതുണ്ടാ. എന്തിട്ടടി പമ്മൂസ ബാക്കിയുള്ളടത്തൊക്കെ അമ്മമാരെ വിളിച്ചോണ്ട് എണ്ണ ഇട്ടെന്ന് എണ്ണടിക്കല്. ഇവിടെ മനുഷ്യൻ പിന്നാലെ നടക്കണം. വലിയൊരു സിനിമ നടി. എന്താ ഞാൻ സിനിമ നടി തന്നെയാണ്. ഇത് കണ്ടുവച്ചാലും മതി. ഞാൻ ഒന്നൊരു സെലിബ്രിറ്റി അല്ലേടി. എടി ഞാൻ എന്റെ തലയിൽ പോലെ എണ്ണടാത്ത എന്താണെന്ന് അറിയാമോ? എന്റെ നഖത്തിന് വൃത്തിയില്ലാത്തോണ്ടല്ല. കുളിക്കണില്ലാന്നല്ല ഞാൻ പറഞ്ഞേ. കുളിക്കാറില്ല. ഞാൻ കുളിക്കാറുണ്ട്. ഇന്നലെ നൈറ്റ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഊരി കളഞ്ഞത്? അവര് പറ. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. പിന്നെ എനിക്ക് മഞ്ഞനായിട്ട് 4 ഉണ്ട്. പറയുകയും ചെയ്തു 4 ദിവസമായിട്ട് ഇതന്നെ അത് മുഷിഞ്ഞില് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് മതിയില്ലേ ഇങ്ങനെ തേച്ചത്. എനിക്ക് ഇതിലും വലിയ കല്ല് വേറെ ഇല്ല. എന്റെ പമ്മ എല്ലായിടത്തും അറിഞ്ഞെങ്ങനെ ചെയ്യണേ? പറയണ്ട അറിയണ്ട അറിയണ്ട പറ അറിയണ്ട. അന്തോണീസ് പുണ്യാള മാതാവായി പോയി. അതിനോട് ക്ഷമിക്കണം കേട്ടാ. മതി പഞ്ഞി സിനിമ അതൊന്നും പറയാൻ പറ്റില്ല. എണ്ണ കത്തല ഒരു എണ്ണ കാച്ചി തേക്കാനായിട്ട് നീ ആരാ? മറ്റേ വാര്യത്തെ മീനാക്ഷി കുട്ടിയാ. കാച്ചി എണ്ണ തേച്ച് കുളിക്കുള്ളൂ അവള്. മീനാക്ഷി കുട്ടി അതിങ്ങനെ കാണിക്കുമ്പോ തന്നെ നഖത്തിനുള്ളിലേക്ക് നിന്റെ തലയിലത്തുള്ള പേനും എല്ലാ ചെളിയും കേറിപ്പോ. അതവിടെ ചെണ്ണ ആയിട്ടുണ്ട്. ഇനി കുളിക്കണമെങ്കിൽ കിണറ്റില് വെള്ളം മൊത്തം തീർക്കണം. സോപ്പ് ഷാമ്പു എത്ര ചെലവെന്നറിയാമോ? എത്ര എണ്ണ തേച്ച് കളയണമെങ്കിൽ. ആൾക്കാരെ തെറ്റിദ്ധരിക്കണം. നീ വെറുതെ ഇതന്നെ പറഞ്ഞു തേക്കാൻ. എന്റെ പൊന്നെ എന്തോരം മുടി വളം നിൽക്കണേ. ഇവിടെ മൊട്ടത്തലേർന്ന് മുടി വളം നിൽക്കണൊക്കെ കണ്ട കൊള്ള. എന്റെ തല എണ്ണിട്ട് തരുമോ? നീ ആള് കൊള്ളാലോ. എന്റെ പൊന്ന് ചങ്കളെ ഒരു എണ്ണ കാച്ചിയത് എന്നിട്ടാ നീലഭൃങ്ങാതി. പിന്നെ എന്നിട്ടൊക്കെയാടി പറയേ നീലഭൃങ്ങാതി, കറ്റാർ വാഴ, തുളസി, ഉലുവ, അങ്ങനെ പിന്നെ 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 അതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എണ്ണ അങ്ങോട്ട് എന്റെ ഒരു കുറ്റി ഗ്യാസ് തീർത്ത. അതിന്റെ പേരില് ഒരു കുറ്റി ഗ്യാസ് മനസ്സിലായ. എന്നിട്ട് അവൾക്ക് മുടി വളരാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇപ്പൊ നേരം വെളുത്ത കഴിഞ്ഞത് ഇതാണ് എന്റെ പണി. ഈ മസാജ് ചെയ്യല് പിന്നെ ഈ നേരം കൂടെ ഫ്രിഡ്ജില് കുറച്ച് ചാള വെച്ചിട്ട് എത്ര ദിവസം സാധനം എടുത്ത് നന്നാക്കിയായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് നന്നാക്കാം. അത് അച്ഛനുറങ്ങാത്ത വീട് സലീംകുമാർ ലിസമ്മയുടെ വീട് ഇതിന്റെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതന്നെ അതിന്റെ 2ാം ഭാഗം. അയ്യോ സമുദ്ര അത് അവള് കുളിക്കണ നേരത്ത് പോയി അവര് വന്ന്
അത് നിന്ന് ആൾക്കാർ ഒളിഞ്ഞു വെക്കുന്നു. അത് പിള്ള കുഴപ്പമില്ലല്ലോ. പിന്നെ അല്ലാണ്ട് അവര് ഇതായില്ല, അവള് അറിഞ്ഞില്ല. പക്ഷെ ഭയങ്കര സങ്കടം വരാ സിനിമ കണ്ടു കഴിഞ്ഞാ. മതിയാ ഇല്ല നിർത്തന്റെ കൊച്ചേ, ഇത് കണ്ട ഇങ്ങനെ അല്ല ഗതികേട്. ഇത് എന്തായിട്ടാണ് വീട്ടിൽ നിക്കണം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇല്ല പട്ടിപ്പണി ഇരിപ്പിക്കാണ്. അമ്മയാണ് പോലും അമ്മ. ഇതാണ് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ പണി അമ്മയ്ക്ക് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ, വേറൊരു പണി എന്തിട്ടുണ്ടായി ഇവിടെ? രാവിലെ പുട്ടും പയറും ഉണ്ടാക്കി അണ്ണാക്കിൽ തിരികെ തന്നാരടി. ഇന്ന് മാത്രല്ലേ? ആ രാവിലെ ഇന്ന് മാത്രണ്ട കിട്ടണം, എനിക്കിത് കിട്ടണം. രാവിലെ ചോറ് വെച്ച് കറി വെച്ച് പുട്ടുണ്ടാക്കി, പയറ് കറി വെച്ചിട്ട് പുട്ടും പയറും ചായയും കൂടി രാവിലെ. അമ്മനോട് കരിമീൻ വാങ്ങിച്ച് വറുത്തരാൻ പറഞ്ഞിട്ടമ്മ വറുത്തന്നില്ലല്ലോ. കരിമീൻ വാങ്ങിച്ച് ഞാന് മറ്റോട് പറഞ്ഞിട്ടുണ്ട്. ഞാന് ഇതൊക്കെ കരിമീൻ 4 കിലോ ട്ടാ അപ്പച്ചോട് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചോട് അപ്പച്ച കരിമീൻ 4 കിലോ മക്കൾക്ക് അപ്പച്ചോട് പറഞ്ഞിട്ടുണ്ട്. കരിമീൻ ആ 2 കിലോ ചെമ്മീൻ അപ്പച്ച 2 കിലോ ചെമ്മീനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടുണ്ടേ ചെന്തുരുത്തി തന്നെ വാങ്ങിക്കണം അപ്പച്ച പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ അപ്പച്ചന് ഇപ്പൊ 2 കിലോ ചെമ്മീനും 4 കിലോ കരിമീനൊക്കെ ഇപ്പൊ കൊടുത്തയക്കുന്നതായിരിക്കും. ഞാൻ ചെമ്മീനും കരിമീനും ഒന്നും വാങ്ങിച്ച് വളർത്തിക്കോളാന്നൊന്നും ഞാൻ അപ്പച്ചന് വാക്ക് കൊടുത്തിട്ടില്ല. പട്ടിണി ഇല്ലാണ്ട് ഞാൻ നോക്കിക്കോളാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കുഴപ്പമില്ല. ചെമ്മീന് തിന്നൊന്നുമില്ല, കരിമീനും തിന്നാൻ പാടില്ല. കരിമീന് മറ്റേ തോട്ടീന്ന് മറ്റേ കരിമീന്റെ ഫുഡ് എന്നിട്ടാന്നറിയാമോ നിങ്ങക്ക്? എന്നിട്ടാ അപ്പി തിന്നുള്ളതാ കരിമീൻ. അത് തിന്നാൻ പാടില്ല കരിമീനെ, മനസ്സിലായ? ഇനി കരിമീൻ വേണമെന്നറിയോ? കരിമീന്റെ ഫുഡ് എന്നിട്ടാ തോട്ടിലെ അപ്പി. അപ്പി തിന്ന കരിമീന് തിന്നാൻ പാടില്ല. കരിമീൻ 5 കിലോ അല്ല 5 കിലോ വറുത്ത് അയില വറക്കാലോ. അയില അത്ര അയില 5 അയില 5 മതിയില്ല പൊന്നോ. ഒരു മണിയാവണ്. ചാള ഫ്രിഡ്ജിലിരുന്ന് ചത്ത് കൊണ്ടാറടങ്ങി. ചാള നാക്കണ്ടേ? ഞാനില്ലാട്ടാ. കുറച്ച് എണ്ണെടുത്തിട്ട് ഇവിടെ തേമ്പ് ഇച്ചിരിട്ടാ മുഖത്ത്. അപ്പൊ അങ്ങനെ അടുത്ത മണിയടിയോട് കൂടി നമ്മൾ പമ്മുവിന്റെ തലയിലെ എണ്ണ മഹോത്സവം നിർത്തുകയാണ്. ചങ്ങല എല്ലാരും ക്ലാപ്പിട്ടു. മതി. അപ്പൊ ടാറ്റ ബൈ 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 ബൈ. സി.